ത്തിരിക്കുന്നതിനല്ല മിനിമം മാക്സിമം ഉണ്ട്. മാക്സിമത്തിൽ മേളിലോട്ട് ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഇത് തന്നെ നമ്മുടെ ഒരു ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ പൊതുവേ വാഹനം ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓടിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, എല്ലാ കാര്യങ്ങളൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യും. നല്ലൊരു കാര്യമാണ്. അതായത് കൂളൻ്റ് കുറവുണ്ടോ, ഇനി എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ എങ്ങനെയുണ്ട്, ബ്രേക്ക് ഫ്ലൂയിഡ് എങ്ങനെയുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കും. വാട്ടറിൻ്റെ ലെവൽ, അതായത് ഇൻക്ലൂഡിങ് നമ്മുടെ സ്ക്രീൻ വാഷ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ്, നമ്മൾ മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്ന ചെറിയ തെറ്റിനെക്കുറിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ വാഹനത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു മിനിമം മാക്സിമം ലെവലുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു വാഗണാറിൻ്റെ ഫുഡ് ഞാനും തുറന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളിതിപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ പെട്ടെന്ന് കണ്ണി പിടിക്കുന്നത് നമ്മുടെ ഈ റിസർവ് ടാങ്കാണ്, അതായത് കൂളൻ്റെ റിസർവ് ടാങ്കാണ്. ഇതിൻ്റെ ഫുള്ളെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്, ലോ ഇവിടെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുക അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വരെ വന്ന് നിന്നാലും ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്. റേഡിയേറ്ററിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. കോൾഡ് കണ്ടീഷൻ ആണെങ്കിൽ തുറന്ന് നോക്കിയിട്ട് ഈ ലെവൽ വരെ വരാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ലെവൽ ഒത്തിരി പൊങ്ങി നിൽക്കേണ്ട, ഈ ഒരു ലെവൽ വരെ വന്നാലും പ്രശ്നമില്ല, ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ്, ഇത് മിനിമം, ഇത് മാക്സിമം. അവിടെയും 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് കൊടുത്തിട്ടില്ലെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ അറ്റം വരെ അടിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ സ്ക്രീൻ വാഷിലോട്ട് പോകുന്ന ലൈനാണ്. അതായത് നമ്മുടെ വാഷർ ഫ്ലൂയിഡിലോട്ട് ഇതിലോട്ട് വരുന്ന വാഷർ ഫ്ലൂയിഡിൻ്റെ ലൈനാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല. നമുക്ക് ഈ കൊടുത്തിരിക്കുന്നതിനല്ല മിനിമം മാക്സിമം ഉണ്ട്. മാക്സിമത്തിൽ മേളിലോട്ട് ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഇത് തന്നെ നമ്മുടെ ഒരു ഡീഗ്യാസറും പോട്ടെ, നമ്മുടെ റിസർവ് ടാങ്കാണ്. ഈ റിസർവ് ടാങ്ക് ശരിക്കും ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവശ്യമുള്ള സമയത്ത്, അതായത് റേഡിയേറ്ററിൽ എപ്പോഴാണ് ഒരു വാക്യൂം ക്രിയേറ്റ് ആകുന്നത് അന്നേരം ഇതിൽ നിന്ന് അങ്ങോട്ട് കൂളൻ്റ് എടുക്കും. എപ്പോഴാണ് ഇതിലൊരു പരിധിയിൽ കൂടുതൽ പ്രഷർ ഉണ്ടാകുന്നത്, ഈ വാൽവ് തന്നെ ഇങ്ങോട്ട് ബാക്കിയുള്ള കൂളൻറ്റിനെ തിരിച്ച് സർക്കുലേറ്റ് ചെയ്യിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ഫുള്ളാണെങ്കിലോ ഒരു കാരണവശാൽ ഇതിനകത്തോട്ട് ചിലപ്പം പ്രഷർ വരത്തുമില്ല. ചിലപ്പം വാക്യൂം കൊടുക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാക്യൂം വലിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. പക്ഷേ എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് ഇതൊന്നുമല്ല. ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ്, ഈ കാണുന്ന ബ്രേക്ക് ഫ്ലൂയിഡ്, ഇതൊരു സാധാരണ ക്യാപ്പല്ല. നമുക്കൊന്ന് ചുമ്മാ ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലായി ഇതൊരു സാധാരണ ക്യാപ്പല്ല. കാരണം സാധാരണ ക്യാപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 2 ഹോളോ കാര്യങ്ങളൊന്നും ഇടേണ്ട കാര്യം വരുന്നില്ല. അപ്പം ഈ ക്യാപ്പിന് എന്തോ പ്രത്യേകതയുണ്ട്. നമുക്ക് ആ ക്യാപ്പ് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇതിലെന്തോ പ്രത്യേകതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ശരിക്കും ഇതൊരു ബ്രീത്തർ ടൈപ്പ് ക്യാപ്പാണ് വരുന്നത്. അതായത് ഈ ക്യാപ്പ് ശ്വസിക്കുന്നുണ്ടെന്ന് ഇൻ ദ സെൻസ് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഒരു പ്രഷർ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇടുക. അതായത് ബ്രേക്ക് പെഡൽ ചവിട്ടിയപ്പം ബ്രേക്ക് പെഡൽ ഹാർഡായിട്ടിരുന്നു, വാഹനം സ്റ്റാർട്ടായിരിക്കുന്ന കണ്ടീഷനിൽ ബ്രേക്ക് പെഡൽ ഹാർഡായിട്ടിരുന്നു, പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനൊരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ബ്രേക്ക് പെഡൽ കല്ല് പോലെ നിൽക്കുന്നു. പക്ഷേ ബാക്കിയുള്ളതെല്ലാം നോക്കിയിട്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് കുറവില്ല, വാർണിംഗ് ലൈറ്റ്സോ കാര്യങ്ങളൊന്നും കത്തി നിൽപ്പില്ല, ഇതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ എന്തുകൊണ്ട് വാഹനത്തിൻ്റെ ബ്രേക്ക് കിട്ടിയില്ല? ഇങ്ങനൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ക്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ഫ്ലൂയിഡ് വരേണ്ട ലെവൽ ഇതാണ്. ഇതിൽ മേളിലോട്ട് പോകാൻ പാടില്ല, ഇതൊരല്പം കൂടുതലാണ് കിടക്കുന്നത്. പക്ഷേ ചില കേസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ടോപ്പ് വരെ, അതായത് ഈ ലെവൽ വരെ ഒഴിച്ചേച്ചും ഇതങ്ങോട്ട് അടയ്ക്കും. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാപ്പിൻ്റെ എയർ വെൻറ്റ്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ക്യാപ്പിൽ ഒരു എയർ വെൻറ്റ് വരുന്നുണ്ട്. ഈ എയർ വെൻറ്റ് അവിടെ ക്ലോസ് ആകുകയാണ് ചെയ്യുന്നത്. ക്ലോസ് ആകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ബ്രേക്ക് ചവിട്ടാൻ നേരത്ത് പമ്പ് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ഇതിനകത്ത് ക്രിയേറ്റ് ആവുന്ന പ്രഷർ പുറത്തോട്ട് പോകണം. അങ്ങനെ ആ പ്രഷർ പുറത്തോട്ട് പോകാതെ വരുന്ന സമയത്ത്, പുറത്തോട്ട് പോകാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബ്രേക്ക് ഫ്ലൂയിഡ് വന്ന് ആ വാൽവിനെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഷർ പുറത്തോട്ട് പോകത്തില്ല, അകത്തോട്ടും വരത്തില്ല, അത് അങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ബ്രേക്ക് പെഡൽ താഴാതെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഒരു കാരണവശാലും ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത്, ഇനിയിപ്പോൾ നമ്മളല്ല വേറെ ആരെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിക്ക്, അതായത് ഒരു പൈപ്പ് യൂസ് ചെയ്താണെങ്കിലും സക്ക് ചെയ്ത് പുറത്തോട്ട് കളഞ്ഞോണം. അതിൻ്റെ ലെവൽ കൃത്യമായിട്ട് മിനിമത്തിൻ്റെ മാക്സിമത്തിൻ്റെ ഇടയ്ക്ക് നിന്നാലും കുഴപ്പമില്ല, മാക്സിമം വരെ വരണമെന്ന് പോലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ഇന്നെങ്കിലും ഓരോ കാര്യങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കുകയാണെങ്കിൽ കൃത്യം ലെവൽ നോക്കി മാത്രം ഒഴിക്കാവുള്ളൂ. സെലീറോയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഇതിലിപ്പം റിസർവ് ടാങ്ക് ഇവിടെയാണ് ഇരിക്കുന്നത്, സെലീറോയുടെ താഴെയാണ് വരുന്നത്. പക്ഷേ ആ താഴെയെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കിങ് പെട്ടെന്ന് കാണാൻ പറ്റാത്തൊരു രീതിയാണ്. പക്ഷേ അത് ശ്രദ്ധിച്ച് ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടെയും പണി കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും ഇത് മറക്കാൻ പാടില്ല.